ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റഡി മീറ്റ്. പന്ന്യന്നൂർ ഭാസി എഴുതിയിട്ടുള്ള സഹകാരിയായി പ്രവേശം എന്ന ജീവിതാഖ്യാനത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 ആദ്യത്തെ 3 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ 4ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഊരാളുങ്കൽ സംഘങ്ങളുടെ ഉപജ്ഞാതാവ് എന്നതാണ് 4ാമത്തെ ഭാഗം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം സ്ഥാപിക്കപ്പെടുന്നതിന് പിന്നിൽ ചരിത്രപരമായിട്ട് കുറേ കാരണങ്ങളുണ്ട് എന്ന്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് വാഗ്ഭടാനന്ദൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജാതി വിവേചനങ്ങളിലെയും തൂത്തെറിയാനാവശ്യപ്പെട്ടുകൊണ്ടാണ് വാഗ്ഭടാനന്ദ ഗുരു സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതിനായിട്ട് തന്നെ ആത്മവിദ്യാസംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട പ്രദേശമാണ് കാരക്കാട്. അവിടെ ആത്മവിദ്യാസംഘത്തിൻ്റെ കീഴിൽ ഊരാളുങ്കലിൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ ഒരു സംഘം സ്ഥാപിച്ചു. സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് വന്നു. സമൂഹത്തിൽ രൂപം കൊണ്ട പഴഞ്ചൻ വിശ്വാസങ്ങളെയൊക്കെ അവഗണിച്ചിട്ട് വാഗ്ഭടാനന്ദൻ വെട്ടിത്തെളിച്ച പാതയിലേക്ക് അവർ വന്നു. ഇത് മേലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. മേലാളന്മാർ വാഗ്ഭടാനന്ദൻ്റെ അനുയായികളെ ഒറ്റപ്പെടുത്തുകയും തൊഴിൽ നിഷേധിക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും തൊഴിൽ നിഷേധിക്കപ്പെടുകയും ചെയ്തതിലൂടെ സാധാരണക്കാരായുള്ള ജനങ്ങൾ കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കടന്നു. അങ്ങനെ അവർ വാഗ്ഭടാനന്ദൻ്റെ മുന്നിൽ ആശ്രയത്തിനായിട്ട് സമീപിച്ചു. പണിയാളർക്ക് ഒരു പരസ്പര സഹായ സംഘം രൂപീകരിക്കുകയാണ് ഉടനെ ചെയ്യേണ്ടതെന്ന് ഗുരു നിർദ്ദേശിച്ചു. അന്ന് സഹകരണ നിയമം നടപ്പിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചാരിറ്റബിൾ സൊസൈറ്റി നിയമപ്രകാരം 1925 മാർച്ച് 24 നിർദ്ദിഷ്ട സംഘം രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രഥമ സംഘമായിരുന്നു അത്. സംഘത്തിൻ്റെ ആദ്യത്തെ യോഗം കാരക്കാട് ആത്മവിദ്യാസംഘം വക പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ചാണ് ചേർന്നത്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന യുവാക്കളാണ് സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് നിയുക്തരായത്. കരിങ്കല്ല് പൊട്ടിച്ചെടുക്കുന്നവർ തുടങ്ങി മരാമത്ത് ജോലിയിൽ ഏർപ്പെടുന്ന കൂലിപ്പണിക്കാർ വരെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഈ ഒരു സഹകരണ സംഘം രൂപീകരിച്ചത്. ആദ്യകാലത്തൊക്കെ മരാമത്ത് ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് പണിയായുധങ്ങൾ ഇല്ലാതാവുമ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. അതിനു മുമ്പൊക്കെ ജന്മി നൽകിയ പണിയായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ തൊഴിലുടമകൾ ഇതിൽ അസ്വസ്ഥരാവുകയും പലതരത്തിൽ അതിനെ തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർത്തൽ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഓരോ ചലനവും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വാഗ്ഭടാനന്ദൻ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. സംഘപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ആ സമയം തന്നെ പരിഹരിക്കുന്നതിന് ഗുരു ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സർക്കാർ മേധാവിയായ രജിസ്ട്രാറെ സമീപിച്ച് സംഘത്തെ പിരിച്ചുവിടാതെ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സർക്കാരിൻ്റെ പല ജോലികൾക്കുമുള്ള കരാറുകൾ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. ഒപ്പം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചതും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകി. ഇങ്ങനെ തൊഴിലാളികളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും സംഘം ഭരണകർത്താക്കളുടെ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനവും പിന്നീട് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ ഒഞ്ചിയം പഞ്ചായത്തിൽ ഊരാളുങ്കൽ അംശം വെള്ളികുളങ്ങര ദേശത്താണ് സൊസൈറ്റിയുടെ ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ സംഘത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ മേലാളരുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ മുന്നോട്ട് വന്ന ആദ്യകാല പ്രവർത്തകരെ കേരളത്തിൻ്റെ കീയാള വിമോചന ചരിത്രത്തിൽ എക്കാലവും അവിസ്മരണീയമായിട്ട് തുടരും. അതിൽ കുറച്ച് പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കൽപ്പണിക്കാരും മറ്റ് കൂലിപ്പണിക്കാരുമായിട്ടുള്ള സമൂഹത്തിൽ താഴ്ന്ന തട്ടിലുള്ള ജനവിഭാഗമാണ് ആദ്യകാലത്ത് സംഘത്തിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നത്. ഊരാളുങ്കലിലെ കൂലിവേലക്കാരുടെ സഹകരണ സംഘത്തിന് മുന്നേറ്റേക്കുള്ള യാത്രയിൽ നിരവധി കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ധനാഢ്യരായിട്ടുള്ള കോൺട്രാക്ടർമാർ സർക്കാർ സ്വാധീനത്തോടെ മരാമത്ത് പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുള്ള ഉയർന്ന ലാഭവിഹിതം ഏതെങ്കിലും വ്യക്തിയുടെ കൈകളിലേക്കാണ് എത്തിച്ചേരുക.
സഹകരണ സംഘത്തിൻ്റെ ആവിർഭാവത്തോടെ ഒരു കൂട്ടം ആളുകളിലേക്കാണ് ഈ ഒരു ലാഭവിഹിതം എത്തിച്ചേരുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള ജനതയുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തിന് കാരണമാവുന്നുണ്ട്. ഇങ്ങനെ കരാറുപണികൾ നൽകാതെയും ചെയ്ത ജോലിക്ക് പണം നൽകാതെയും പ്രയാസങ്ങളുണ്ടാക്കുന്ന എതിരാളികൾ മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു. കൂടാതെ സംഘം റോഡ് പണികൾ നടത്തുമ്പോൾ അതിന് വേണ്ട സ്ഥലത്തിൻ്റെ ഉടമകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് വഴി തടസ്സമുണ്ടാക്കാനും അവർ ശ്രമിച്ചു. എന്നാൽ ഈ എല്ലാ തടസ്സങ്ങളെയും വാഗ്ഭടാനന്ദ ഗുരുദേവൻ തട്ടിനീക്കി. മരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയോ ധനസഹായ സ്ഥാപനങ്ങളുടെ അധികാരികളെയോ ഉടൻ സമീപിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തൊഴിലാളികളുടെ സമുദ്ധാരണം, സഹകരണ സംഘം രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവും മാത്രമായി ഒതുക്കി നിർത്താൻ വാഗ്ഭടാനന്ദൻ തയ്യാറായില്ല. അവശതയിലാണ്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യം, സാമ്പത്തിക സഹായമൊക്കെ ചെയ്യണം. ഇത്തരം ജീവൽ പ്രശ്നങ്ങൾക്കാവണം ആത്മവിദ്യാ സംഘം ഇനി അടിയന്തര പരിഗണന നൽകേണ്ടത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1904 ഇന്ത്യയിൽ വായ്പാ സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിർബന്ധിതരായത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന പദത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കൃഷിനാശവും കുടിൽ വ്യവസായങ്ങളുടെ തകർച്ചയും സംഭവിച്ചപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടുപോയി. അപ്പോഴാണ് വായ്പാ വിതരണത്തിനായിട്ട് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങൾ തുടങ്ങിയത്. ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് നിത്യദിന ചെലവുകൾ നിർവഹിക്കുവാൻ കഴിയാതായ കൂലിവേലക്കാരെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ട് ഊരാളുങ്കലിൽ മറ്റൊരു സഹകരണ സംഘവും രൂപം കൊണ്ടു. വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ഒരു സഹകരണ സംഘവും രൂപം കൊണ്ടത്. കാരക്കാട് വിവിധോദ്ദേശ ഐക്യ നാണയ സംഘം എന്നാണ് ഈ ഒരു സംഘത്തിൻ്റെ പേര്. 1922 രൂപം കൊണ്ട ഈ ഒരു സംഘമാണ് ഇന്ന് പ്രശസ്തമായി നിലവിൽ വളർച്ച പ്രാപിച്ച് ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്കായിട്ട് രൂപാന്തരപ്പെട്ടത്. തദ്ദേശീയരായ സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റുന്നതിന് ഈ ഒരു സഹകരണ സ്ഥാപനം പ്രയോജനപ്പെട്ടു. കൂടാതെ ആ ഗ്രാമത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉന്നത ധനകാര്യ സ്ഥാപനമായിട്ട് ഈ ഒരു സഹകരണ ബാങ്ക് മുന്നേറ്റു. അങ്ങനെ ആത്മവിദ്യാ സംഘത്തിൽ അംഗമുള്ളവരുടെ മക്കൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1925 അവിടെ ഒരു ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. അതോടെ കീയാള വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ പ്രശ്നത്തിന് പരിഹാരമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. താങ്ക് യു ഓൾ.